RRB NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള മുൻ വർഷങ്ങളിലെ 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ 5 ചോദ്യങ്ങൾ പല ടോപ്പിക്കിൽ നിന്നുള്ളതായിരിക്കും. അപ്പം നിങ്ങൾ NTPC എക്സാമിനൊക്കെ വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ QA സെക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മാത്സിൻ്റെ കാര്യമാണ് പറയുന്നത്. മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ബേസിക്സിൽ നിന്ന് എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവും. അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഇങ്ങനെയുള്ള PYQ സെഷൻസ് കാണുന്നതിന് മുൻപ് നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ ബേസിക് വീഡിയോസ് കാണുക. ഇപ്പം നമ്മുടെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ഫ്രീ വീഡിയോ ലെസൺസ് എന്നും പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബേസ് ടോപ്പിക്കുകളുടെ എല്ലാം വീഡിയോസ് അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസ് എല്ലാം കൂടി നമ്മൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് പോലെ നിങ്ങൾക്ക് കണ്ട് പഠിക്കുന്നതിന് ഒരു പ്ലേലിസ്റ്റ് പോലെ നമ്മളവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ബേസിക്സ് നല്ലപോലെ നിങ്ങളുടെ ഇത് സ്ട്രോങ് ആവും. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനെയുള്ള ക്ലാസ്സസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ PYQ സെഷൻസ് കാണുക. അപ്പോൾ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഈ ബേസിക്സിൻ്റെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനിയും അതിനുശേഷം മാത്രം ഇങ്ങനെയുള്ള PYQ സെഷൻസ് കാണുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ RRB NTPC എക്സാംസിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ക്രാഷ് കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഈ ഏത് ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ കോഴ്സിലേക്കുള്ള ലിങ്ക് കൊടുക്കാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സ്റ്റോർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. iOS യൂസേഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ താഴെയുള്ള ലിങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതേ യൂസർ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് അവിടെ ഉണ്ടാകും. ലേണിൽ ആ കോഴ്സ് ഉണ്ടാകും. ലേൺ എന്ന് പറയുന്ന ടാബിൽ ആ കോഴ്സ് ഉണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. Monday to Friday ഈവനിങ് 6 to 7 o'clock ആയിരിക്കും ലൈവ് ക്ലാസ് വരിക. അതിന് ആ ലൈവ് ക്ലാസ് ഇൻ കേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പലരും ചോദിക്കുന്നതാണ്, സാർ ഞാൻ പഠിക്കുന്ന ആളാണ്, ഞാൻ നൈറ്റ് ഷിഫ്റ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് 6 to 7 ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കുഴപ്പമില്ല. ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം അവൈലബിൾ ആയിരിക്കും ആപ്പിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം. പിന്നെ നമുക്ക് അതിനൊരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നെ. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. അതല്ല ഇനി വേറെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ആണെങ്കിൽ അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആപ്ലിക്കേഷനിലുണ്ട്. ആപ്പിൽ തന്നെ ഡൗട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാനിങ്ങനെ പറഞ്ഞ് വേസ്റ്റാക്കി കളഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനിവിടെ താഴെ ടൈം സ്റ്റാമ്പ് കൊടുത്തിരിക്കാം. അപ്പോൾ 3 മിനിറ്റ് ഇതിന് ശേഷമായിരിക്കും. 3 മിനിറ്റ് ഏകദേശം ഒരു 10-15 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് 10-18 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ 700 meter റേസ്, ഇഫ് A beats B by 8 seconds or 200 meters, then find the speed of A എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കാം, ആകെ 700 മീറ്റർ റേസാണ്. അപ്പോൾ ഈ റേസിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണുമല്ലോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ഇവിടെ ഒരു ഫിനിഷിംഗ് പോയിന്റും കാണുമല്ലോ. ഫിനിഷിംഗ് പോയിന്റും കാണും. അപ്പോൾ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 700 മീറ്ററാണ്. 700 മീറ്ററാണ്. 700 മീറ്ററാണ്. A beats by B. A beats by B. അപ്പം A ആരെ തോപ്പിച്ചു? Bയെ തോപ്പിച്ചു. അപ്പോൾ B ഇവിടെ നിൽക്കുകയാണെങ്കിൽ A ഇവിടെ ആയിരിക്കും നിൽക്കുക. ബൈ 8 seconds or 200 മീറ്റർ അല്ലേ? അപ്പോൾ ബിയേക്കാൾ 200 മീറ്റർ മുമ്പേ ഓടി ആര് ഫിനിഷ് ചെയ്തു? A ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഞാൻ ഈ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 200 മീറ്റർ ആയിരിക്കും. 200 മീറ്റർ ആയിരിക്കും അല്ലേ? 8 സെക്കൻഡും എടുത്തു. അപ്പോൾ 8 സെക്കൻഡ് മുമ്പേ, അതായത് ഈ 200 മീറ്റർ കവർ ചെയ്യാനായിട്ട് അയാൾ 8 സെക്കൻഡ് എടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ബിയുടെ സ്പീഡ് അല്ലെ, ബിക്ക് ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ, ബി ഈ ഒരു പോയിന്റിൽ നിൽക്കുക. അപ്പോൾ ബി ഓടുന്നതിനേക്കാൾ 8 സെക്കൻഡ് മുമ്പേ എത്തി. അപ്പോൾ ബിക്ക് ഇനി എത്ര ഡിസ്റ്റൻസ് കൂടി ഓടണം? ഈ 200 മീറ്ററും കൂടി ഓടണ്ടേ? കാരണം ബി 200 മീറ്റർ പുറകെ നിൽക്കുക. അപ്പോൾ ബിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബി സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 200 മീറ്റർ ആയിരിക്കും.
8 സെക്കൻഡ് കൂടെ വേണം. കാരണം എ ഓടിക്കഴിഞ്ഞ് 8 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ടാണ് ബി എത്തിയത്. അപ്പോൾ ബിക്ക് അതിന് വേണ്ട ടൈം എത്ര? 8. അപ്പോൾ ബിയുടെ ഡിസ്റ്റൻസ് 200, ബിയുടെ ടൈം 8. അപ്പോൾ നമുക്ക് ബിയുടെ സ്പീഡ് കണ്ടുപിടിച്ചുകൂടെ? സ്പീഡ് ഓഫ് ബി. ഡിസ്റ്റൻസും ടൈമും അറിയാമെങ്കിൽ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് 200 ഡിവൈഡഡ് ബൈ ടൈം 8. ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ്. അപ്പോൾ എത്ര കിട്ടും? 200നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആറുടെ സ്പീഡ് ബിയുടെ സ്പീഡ്. സോ ബിയുടെ സ്പീഡ് എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ? ബിയുടെ സ്പീഡ് നമുക്ക് കിട്ടി. അപ്പോൾ ബി എടുക്കുന്ന സമയം എത്ര ആയിരിക്കും? ഈ മൊത്തം റേസിന് ബി എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 200 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര? ഇപ്പോൾ നമുക്ക് കിട്ടി 25. സോറി, ഡിസ്റ്റൻസ് 200 അല്ലല്ലോ, മൊത്തം ഡിസ്റ്റൻസ് അല്ലേ. മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 200 അല്ലല്ലോ വരിക. മൊത്തം ഡിസ്റ്റൻസ് എത്ര? 700 അല്ലേ. നമുക്ക് ടോട്ടൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി ബി എയേക്കാൾ ബിക്ക് മുമ്പേ എ 200 എത്തി. അതിൽ നിന്നാണ് നമ്മൾ ബിയുടെ സ്പീഡിലോട്ട് എത്തിയത്. ഇനി നമ്മൾ ആലോചിക്കുകയാണ്, നമുക്ക് ഇവിടുത്തെ ചോദ്യം നമ്മൾ എന്തിനാ ആൻസർ കൊടുക്കണ്ടേ? ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് എ. എയുടെ സ്പീഡ് വേണമെങ്കിൽ ഒരാളുടെ സ്പീഡ് നിങ്ങളോട് ചോദിച്ചാൽ, എയോ ബിയോ ആരുടെയെങ്കിലും സ്പീഡ് ചോദിച്ചാൽ 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്തൊക്കെയാ? 1, അയാൾ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു. 2, അതിന് അയാൾ എത്ര സമയം എടുത്തു. അപ്പോൾ ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഇവിടെ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 700 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്തുകൂടെ മതി? ടൈമും കൂടെ മതി. എയുടെ ടൈം കൂടെ വേണം. എയുടെ ടൈം കിട്ടണമെങ്കിൽ ബിയുടെ ടൈം വേണം. കാരണം എന്താ? ബിയുടെ ടൈമിനേക്കാൾ 8 സെക്കൻഡ് കുറവാണ് എയ്ക്ക്. അപ്പോൾ ബിയുടെ ടൈം കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് 8 കുറച്ചാൽ എയുടേത് കിട്ടുമല്ലോ. അതെങ്ങനെ മനസ്സിലായി 8 സെക്കൻഡ് കുറവാണെന്ന്? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ബീറ്റ്സ് ബി ബൈ 8 സെക്കൻഡ്. 8 സെക്കൻഡ് മുമ്പേ ആരെത്തി? എ എത്തി. അപ്പോൾ ബിയുടെ സമയം കണ്ടുപിടിച്ചാൽ, നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബിയുടെ സമയമാണ്. ബിയുടെ സമയം കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് 8 കുറച്ചാൽ എയുടെ സമയം കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ബിയുടെ സമയം എത്ര? മൊത്തം എത്ര? 700. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 700 ഡിവൈഡഡ് ബൈ ബിയുടെ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു എത്ര? 25. അപ്പോൾ 700നെ 25 കൊണ്ട് ഹരിക്കുക. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4 ആണെങ്കിൽ 700നെ ഹരിക്കുമ്പോൾ 7 4 28. എത്ര സെക്കൻഡ് കിട്ടും? 28 സെക്കൻഡ് എന്ന് കിട്ടും. ആറുടെ സ്പീഡ് ആറുടെ ടൈം ബിയുടെ ടൈം. അപ്പോൾ ബിയുടെ ടൈം കിട്ടി. ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ബിയുടെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എയുടെ സ്പീഡാണ്. ബിയുടെ ടൈം നമുക്ക് കിട്ടി. എത്രയാണ്? 28 സെക്കൻഡ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എയുടെ ടൈം എത്ര ആയിരിക്കും മക്കളെ? എയുടെ ടൈം എത്ര ആയിരിക്കും? 8 സെക്കൻഡ് മുമ്പേ എത്തിയില്ലേ? അപ്പോൾ ബിക്ക് 28 സെക്കൻഡ് എടുത്താൽ എയ്ക്ക് 28 - 8 20 സെക്കൻഡ് എടുക്കും. അപ്പോൾ എയുടെ ടൈം എത്ര? 20 സെക്കൻഡ്. ഇനിയിപ്പോൾ എന്തോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എയുടെ സ്പീഡ് അല്ലേ? സ്പീഡ് ഓഫ് എ. എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എത്ര? 700. മൊത്തം ഡിസ്റ്റൻസ് 700. ടൈം എത്ര? 20. അപ്പോൾ 700നെ 20 കൊണ്ട് ഹരിച്ചാൽ 0 വെട്ടിപ്പോന്നു. 70നെ 2 കൊണ്ട് ഹരിച്ചാൽ 35 എന്ത് കിട്ടും? മീറ്റർ പെർ, എൻ്റെ തല, 35 മീറ്റർ പെർ സെക്കൻഡ്. 35 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടോ? ഓപ്ഷൻ ബി. ശരിയാണോ? യെസ്, 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇച്ചിരി ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ ദാറ്റ് ലീവ്സ് 3, 4 and 5 as reminders when it is divided by 7, 8 and 9. അല്ലേ? നമ്മൾ 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കുന്നു. നമ്മൾ ഏതൊക്കെ കൊണ്ടാണ് ഹരിക്കുക? ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കണം. 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയൊക്കെ കിട്ടണം? 3, 4, 5. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിക്കേ. 7ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 4 അല്ലേ? 8ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 4. 9ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 4. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എല്ലാം എന്തായിരിക്കും? 4 ആയിരിക്കും. എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതുകൊണ്ടാണ് നമുക്ക് ഹരിക്കേണ്ടേ? 7 കൊണ്ടും 8 കൊണ്ടുമാണ് ഹരിക്കേണ്ടത്. അപ്പോൾ ആ ഹരിക്കേണ്ട സംഖ്യകൾ 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കുമ്പോൾ 3, 4, 5 ശിഷ്ടം വരണമെങ്കിൽ, 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കുമ്പോൾ 3, 4, 5 ശിഷ്ടം വരണമെങ്കിൽ അപ്പോൾ ഇവിടെ ഈ 3, 4, 5 എന്ന് പറയുമ്പോൾ എല്ലാത്തിനേക്കാളും 4 കുറവാണ്. ഇത്ര ആലോചിച്ചാൽ മതി. 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആദ്യം കണ്ടുപിടിക്കുക. അതായത് LCM
LCM 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും LCM കണ്ടുപിടിക്കുക. 7, 8, 9 എത്ര കിട്ടും മക്കളെ? 7ൻ്റെ 8ൻ്റെ 9ൻ്റെ LCM എത്ര കിട്ടും? 504 എന്ന് കിട്ടും. 504. ഈ 504 7ൻ്റെ 8ൻ്റെ 9ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ. അതിൽ നിന്ന് ഇവിടെ നോക്കിക്കുക 3, 4, 5 ശിഷ്ടം വരണമെങ്കിൽ എല്ലായിടത്തും നിന്നും എന്ത് കുറയണം? 4 കുറയണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 504 നിന്ന് എല്ലായിടത്തു നിന്നും കുറയേണ്ട 4നെ അങ്ങ് കുറച്ചാൽ മതി. 504 നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 500. ആൻസർ എത്ര? 500. ഓപ്ഷൻ സി. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ശരിയാണോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതുകൊണ്ടൊക്കെയാണ് ഹരിക്കേണ്ടത്? 7, 8, 9 അതിൻ്റെ LCM കണ്ടുപിടിക്കുക. എല്ലാത്തിൽ നിന്നും ഇത്ര റിമൈൻഡർ വേണം. 3, 4, 5 റിമൈൻഡർ വരണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും എത്ര വ്യത്യാസമുണ്ട്? 4 വ്യത്യാസമുണ്ട്. ആ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ചോദിക്കും സാർ അല്ലാത്ത വ്യത്യാസം വന്നാലോ അങ്ങനെ ചോദിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ കോമൺ ഡിഫറൻസ് വരുന്ന രീതിയിലേ ചോദിക്കുകയുള്ളൂ. കോമൺ ആയിട്ടായിരിക്കും ഈ നമുക്ക് ഹരിക്കേണ്ട നമ്പറും വരുന്ന റിമൈൻഡറും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. LCM കണ്ടുപിടിക്കുക. ഏതിൻ്റെ LCM? ഈ 3ൻ്റെ 4ൻ്റെ 5ൻ്റെ LCM അല്ല. ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണോ ഹരിക്കേണ്ടത്? 7, 8, 9. അപ്പോൾ ആ 7ൻ്റെ 8ൻ്റെ 9ൻ്റെ LCM കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? വ്യത്യാസം. നമുക്കിവിടെ കോമൺ ആയിട്ട് വന്ന വ്യത്യാസം എത്ര? എല്ലായിടത്തും വന്ന വ്യത്യാസം എത്ര? 4. അപ്പോൾ ആ 4 കുറയ്ക്കുക. സോ 504 നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 500. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി. ശരിയാണോ? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്താ? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ പെൻ ഇസ് 200. ഇഫ് ദ മാർക്ക്ഡ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പെൻ ആർ 25% മോർ ആൻഡ് 20% മോർ respectively, then its cost price, then find the difference between marked price and selling price. എടേ ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേ? ഇത് മനസ്സിലാലോചിച്ച് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇവിടെ ഇവന്മാർ എന്തോ പറഞ്ഞിരിക്കുന്നത്? ഒരു സാധനത്തിൻ്റെ ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് 200 ആണ്. ഓക്കെ, ഇനി എന്താ? സെല്ലിംഗ് പ്രൈസ് 25% മോർ ആൻഡ് ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പെൻ ആർ 25% മോർ, marked price and selling price of the pen is 25% and 20% more. Marked price 25%, selling price 20% കൂടുതലാണ് അല്ലേ? Then its original cost more respectively than its cost price. Then find the difference between marked price and selling price of the pen. ഈ marked price 25% കൂടുതലാണ്, സെല്ലിംഗ് പ്രൈസ് 20% കൂടുതലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 5% അല്ലേ? അപ്പോൾ 200ൻ്റെ 5% കണ്ടുപിടിച്ചാൽ പോരെ? 200ൻ്റെ 10% 20, 5% 10. സോ ആൻസർ ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എഴുതി തന്നെ ചെയ്യണം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സിമ്പിൾ സ്റ്റെപ്സ് പറ്റില്ല സാർ, ഞങ്ങൾക്ക് ടഫ് സ്റ്റെപ്പ് പറ്റുള്ളൂ. ശരി, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര? 200. കോസ്റ്റ് പ്രൈസ് 200. ഇനി എന്താ? മാർക്ക്ഡ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പെൻ ആർ 25. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 20% കൂടുതലാണ്, 25%. അപ്പോൾ എത്ര? 125%. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഴുതി സമാധാനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 125% കണ്ടുപിടിക്കുക 200ൻ്റെ. ഞാൻ അത്രയ്ക്ക് ക്രൂരനായിട്ട് പോകുന്നില്ല, ഞാൻ 125% എന്ന് തന്നെ എഴുതി വെച്ചു. ഇനി സെല്ലിംഗ് പ്രൈസ് എത്ര പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എത്ര പറഞ്ഞിരിക്കുന്നത്? 20% കൂടുതലാണ് അല്ലേ? മാർക്ക്ഡ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ 120%. എന്നിട്ട് ഇവന്മാർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്ക്ഡ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? 125, 120 തമ്മിലുള്ള വ്യത്യാസം എത്ര? 5%. ഏതിൻ്റെ 5%? ഈ കോസ്റ്റ് പ്രൈസിൻ്റെ. അപ്പോൾ 200ൻ്റെ 5%, 200ൻ്റെ 5%, 100ൻ്റെ ഇരട്ടി 200, 5 × 2 10. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ചെയ്യണ്ടേ? ഇല്ല. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 10%. ഇവിടെ 200ൻ്റെ 20%, 200ൻ്റെ 5% എന്ന് പറയുമ്പോൾ 10 രൂപ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എത്ര? 200. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സെല്ലിംഗ് പ്രൈസ് 25% കൂടുതലാണ്, മാർക്ക്ഡ് പ്രൈസ് 20% കൂടുതലാണ്. അപ്പോൾ തന്നെ ആലോചിച്ചോളുക, സെല്ലിംഗ് പ്രൈസും മാർക്ക്ഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 25ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി, 5% എടുത്താൽ മതി.
അല്ലേ? 5% എന്ന് പറയുമ്പോൾ 200-ന്റെ 5%. ഇനി 200-ന്റെ 5% ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 200-ന്റെ 10% എത്ര? ഒരു സംഖ്യയുടെ 10% കാണാൻ 0 കളഞ്ഞാൽ മതി. 200 അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 200-നെ 10 കൊണ്ട് ഹരിച്ചാൽ 20 അല്ലേ? അപ്പോൾ 10% 20. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 20-ന്റെ പകുതി ആയിരിക്കും, 10 ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാം നമുക്ക്, അല്ലേ? ഇപ്പം ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുക. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തെ ഇതേപോലെ വലിച്ചു വാരി എഴുതിയൊക്കെ ചെയ്യാം കേട്ടോ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ടഡ് ആനുവലി ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം 4,000 അല്ലേ, 4,000 invested at 25% for 2 years. So find the difference between compound interest and simple interest. Received 4,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മനസ്സിലാലോചിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, 4,000 രൂപയ്ക്ക് 25% പലിശ. 4,000 രൂപയ്ക്ക് 25% പലിശ. 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? ഒരു വർഷം 25, അപ്പോൾ 2 വർഷം എത്ര ആയിരിക്കും? 50% അല്ലേ? ഓക്കെ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? a+b+ab/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ ഉപയോഗിക്കാതെയും ചെയ്യാം, നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അതല്ല, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചാൽ മാത്രം നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുമ്പം എയും ബിയും ഇല്ലല്ലോ, 2 വർഷവും ഇവിടെ ഇപ്പോൾ 25 അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റേറ്റിന് r+r²/100 എന്ന് എഴുതാമല്ലോ. കാരണം r×r അല്ലേ വരുന്നത്, a×b എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ r²/100. അപ്പോൾ നമുക്ക് 2r+r²/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 25 ആണ്. അപ്പോൾ 50 + 50-ന്റെ സ്ക്വയർ 25 + 25 50, പിന്നെ 25-ന്റെ സ്ക്വയർ 625/100 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 50 + 6.25 എന്ന് കിട്ടും. 50 + 6.25. അപ്പോൾ എത്ര കിട്ടും? 56.25 എന്ന് കിട്ടും. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 50%, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര കിട്ടും? 56.25% കിട്ടും. ആണേ? അതെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇത് തമ്മിലുള്ള വ്യത്യാസം അവർ ചോദിച്ചേക്കുന്നത് എത്ര? 6.25%. 6.25% അല്ലേ? ഇപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ 6.25% മനസ്സിലാലോചിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ചോദിക്കും, സാർ ഇത് ഇത്രയും ചെയ്തിട്ട് ഇതെങ്ങനെയാണ് മനസ്സിലാലോചിച്ച് ചെയ്യുക? മക്കളെ, ഇത്ര ആലോചിച്ചാൽ മതി. എടാ, ഒരു വർഷം 25 അല്ലേ? അതെ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ആദ്യത്തെ വർഷം മുതലിന് മാത്രം പലിശ കിട്ടും. 25% പലിശ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഒരു വർഷം കിട്ടുക, 25 രൂപ. അപ്പോൾ അടുത്ത വർഷവും നിങ്ങൾക്ക് മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. എടാ, മുതലിൻ്റെ പലിശ എത്ര? 25. അപ്പോൾ 2 വർഷം കൂടെ, ആദ്യത്തെ വർഷം മുതലിൻ്റെ പലിശ 25, രണ്ടാമത്തെ വർഷം മുതലിൻ്റെ പലിശ 25. അപ്പോൾ 25 50ആയി. പിന്നെന്തുവാ പലിശയുടെ പലിശ 25-ന്റെ 25%. 25-ന്റെ 25% എത്ര? 25% പറഞ്ഞാൽ 1/4 ആണോ? ഇനി അതിൽ സംശയമുണ്ടോ? 25% എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ? 1/4. എങ്ങനെ കിട്ടി? 25% എന്ന് പറഞ്ഞാൽ 25/100 അല്ലേ? അപ്പോൾ 25-ൽ 25 ഒരു പ്രാവശ്യം, 100-ൽ 25 4 പ്രാവശ്യം, 1/4. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, 2 വർഷം 25% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര പലിശ കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ വർഷം മുതലിന് മാത്രം പലിശ, മുതൽ 100 ആണെങ്കിൽ പലിശ 25. രണ്ടാമത്തെ വർഷം മുതൽ 100 ആണെങ്കിൽ 25. അപ്പോൾ 25 50. അപ്പോൾ മുതലിനും പലിശ കിട്ടി. ഇനിയും പലിശയുടെ പലിശ കിട്ടണം. ആദ്യത്തെ കൊല്ലത്തെ മുതലിൻ്റെ പലിശയുടെ പലിശ 25 ആണ്. 25-ന്റെ 25%. 25% കാണാൻ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 25-നെ 4 കൊണ്ട് ഹരിക്കുക. 25-ന്റെ പകുതി 12.5, 12.5-യുടെ പകുതി 6.25. അപ്പോൾ 50-ന്റെ കൂടെ 6.25 കൂടെ കൂടും, 56.25%. അപ്പോൾ വ്യത്യാസം എത്ര? 6.25%. എന്ന് പറഞ്ഞാൽ ഈ 4,000-ന്റെ 6.25% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരു കാര്യം, അയ്യോ എങ്ങനെ ഈ 6.25% കണ്ടുപിടിക്കുക? 6.25% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100% എന്ന് പറഞ്ഞാൽ 1 ആണ്, 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്
അല്ലേ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ 6/6.25% എന്ന് പറഞ്ഞാൽ 1/16 ആണ്. അപ്പോൾ 6.25 പകരം 1/16 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4000ൻ്റെ 1/16 കണ്ടുപിടിച്ചാൽ മതി. 4000 × 1/16 1/16 അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16ൽ 4 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4000ൽ എത്ര പ്രാവശ്യം? 1000 പ്രാവശ്യമുണ്ട്. അപ്പോൾ 1000 / 4 എത്ര കിട്ടും? 250 എന്ന് കിട്ടും. എത്ര കിട്ടി? 250. ഇപ്പോൾ ചോദിക്കുക സാർ, ഇത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല പലർക്കും. ഇത് ഈ മനസ്സിലാലോചിച്ച് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. സാർ, ഞങ്ങൾക്ക് മനസ്സിലാലോചിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യ, ഞങ്ങൾക്ക് എഴുതി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിലോ? എഴുതി ചെയ്യുന്നവർ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ചോദ്യം എന്താ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഓഫ് ₹4,000 ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25% per annum for 2 years. അപ്പോൾ 2 വർഷം എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1, 2, 1. 1ൻ്റെ താഴെ നമ്മൾ എന്തെഴുതും? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതും. എത്ര? 4000. 4000ൻ്റെ 25%. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, 25% എന്ന് പറഞ്ഞാൽ 1/4 ആണെന്ന് ഓർക്കുവാണെങ്കിൽ എളുപ്പമാണ് അല്ലേ? പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1ൻ്റെ താഴെ. ഇപ്പോൾ ഇനി ഈ പഴയ വീഡിയോ കണ്ടിട്ടില്ലെന്നെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഇതാ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചാൽ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് മസ്റ്റായിട്ടും അത് കാണാം. അതുകൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അരമണിക്കൂറുടെ പോയി. ഇപ്പോൾ തന്നെ ഏകദേശം 21.5 മിനിറ്റോളം ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ വീഡിയോ അല്ലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചുള്ളത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പോയി കാണുക. ഇപ്പോൾ പോസ് ചെയ്തിട്ട് പോയി കാണുക. എന്നിട്ട് വന്നിട്ട് ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 വർഷത്തിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ. അപ്പോൾ ചോദിക്കും, 2 വർഷത്തിന് എങ്ങനെ ഈ വാല്യൂ വന്നേ? 3 വർഷത്തിന് അപ്പോൾ വേറെ ഏതാ വാല്യൂ? 4 വർഷത്തിന് ഏതാ വാല്യൂ? 5 വർഷം വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാ പറഞ്ഞ ബേസിക്സ് അറിയണമെന്ന്. ആ ക്ലാസ് നിങ്ങൾ കാണണം. അപ്പം 2 വർഷത്തിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1, 2, 1. 1ൻ്റെ താഴെ നമ്മൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം. ഇനി റേറ്റ് പെർസെൻറ്റേജ് എത്ര? 25%. 4000ൻ്റെ 25%. 4000ൻ്റെ 25% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/4. 4000നെ 1000 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 4000നെ 4 കൊണ്ട് ഹരിക്കുക. കാരണം 1/4 എന്ന് 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ 4000നെ 4 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 1000 കിട്ടും. ഇനി വീണ്ടും ഈ 1000നെ 4 കൊണ്ട് ഹരിച്ച് ഈ 1ൻ്റെ താഴെ എഴുതും. 1000നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 250. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4000 × 1 4000 കിട്ടും. 1000 × 2 2000 കിട്ടും. 250 × 1 250 കിട്ടും. ഇനി പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് 4 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം. വളരെ പെട്ടെന്ന് ഞാനങ്ങ് പറയാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, മുതലും പലിശയും കൂടെ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ 4000 2000 250 6250 എന്ന് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് ചോദ്യമെങ്കിൽ ആദ്യത്തെ വാല്യൂ ഒഴിവാക്കി ബാക്കി എല്ലാം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 2250 എന്ന് കിട്ടും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. ഒന്നും കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. പക്ഷേ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. നമ്മുടെ ചോദ്യം എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്, ബാക്കി എടുത്തോണം. ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്, ബാക്കി എടുത്തോണം. അപ്പോൾ എത്ര കിട്ടും? 250. കണ്ടോ? 250. ഒരു ഇക്വേഷനും നമ്മളിവിടെ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇത് മനസ്സിലാലോചിച്ച് ചെയ്യാം. പെട്ടെന്ന് 6.25 ആണ് വ്യത്യാസമെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുവാണെങ്കിൽ 6.25ന് പകരം 1/16 ആണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ 4000 × 1/16 പെട്ടെന്ന് കിട്ടും. അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ അതിന് കുറച്ച് പ്രാക്ടീസ് വേണം, കുറച്ച് ചോദ്യങ്ങൾ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. ഇത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നോളൂ. നിങ്ങൾ ഇതിന് കുറച്ച് സമയം കൊടുത്താൽ മതി, നിങ്ങളൊന്ന് മെനക്കെട്ടാൽ മതി. കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്നോളും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു രീതിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, മനസ്സിലാലോചിച്ച് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടെ സാർ ഇത്ര എഴുതണ്ട. ഇത്ര ഒന്നും എഴുതണ്ടടാ മക്കളെ. 50% കിട്ടും, മറ്റേത് 6.25 കിട്ടും. വ്യത്യാസം 56.25 അല്ലെങ്കിൽ 6.25 വ്യത്യാസം വരുന്നു. 1/16 ആണെന്ന് ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് ഭയങ്കര ടഫാണെന്ന്. അല്ല, ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ
പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യുക. അവിടെയും പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ അറിയണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻ ഉപയോഗിച്ച് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളിന്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. തൽക്കാലം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ അത് സ്യൂട്ടായിരിക്കും, പക്ഷേ എല്ലാത്തരം ചോദ്യങ്ങൾക്കും അത് എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡല്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്താ? P and Q together can complete a work in 4 days. Q and R together can complete a work in 6 days. P and R together complete, or R and P together can complete a work in 8 days. Then find P, Q, R together can complete the work in how many days? ഇതും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ നമ്മുടെ LCM മെത്തേഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? P and Q together can complete a work in 4 days. So P plus Q എത്ര ദിവസം എടുത്തു? അപ്പോൾ ഇത് ഒരു ടൈമാണ് ഞാനിവിടെ എഴുതുന്നത്. പിയുടെയും ക്യൂവിൻ്റെയും ടൈം എത്ര? P plus Qൻ്റെ ടൈം എത്ര? P and Q together can complete a work in 4 days. ഇനി Q and R, Q plus R together can complete a work in 6 days. R and P or P and R together can complete a work in 8 days. അല്ലേ? അപ്പോൾ പിക്കും ക്യൂവിനും കൂടെ 4 ദിവസം, ക്യൂവിനും ആറിനും കൂടി 6 ദിവസം, ആറിനും പിക്കും കൂടി 8 ദിവസം. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സമയത്തിൻ്റെ LCM ആയിരിക്കും. 4, 6, 8. ഇതിൻ്റെ LCM എത്ര? അതായത് 4നെ 6നെ 8നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? 4 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ വലിയ സംഖ്യയായ 8ൻ്റെ മൾട്ടിപ്പിൾ ആലോചിക്കുക. 8നെ 4 കൊണ്ട് ഹരിക്കാം, പക്ഷേ 6 കൊണ്ട് പറ്റത്തില്ല. 8ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 16 പറ്റുമോ? 16നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, പക്ഷേ 6 കൊണ്ട് പറ്റത്തില്ല. പിന്നെ 8 × 3 24. 4 കൊണ്ടും 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 8നെ 24നെ 4 കൊണ്ടും ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം. അപ്പോൾ LCM എത്ര കിട്ടും മക്കളെ? 24. അപ്പോൾ ഇതാണ് ആകെ ചെയ്യേണ്ട ജോലി, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്കൊക്കെ എങ്ങനെ കിട്ടി, എന്തുകൊണ്ടാണ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ LCM എടുക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ ബേസിക് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ ടൈം ഇത്രയാണ്. ഇനി അപ്പോൾ ടൈം കിട്ടി, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് വേണ്ടത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ടൈം ആൻഡ് വർക്കിൽ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻ ടു ടൈം, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസിയാണ് വേണ്ടത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 6 കിട്ടും, 24 ഡിവൈഡഡ് ബൈ 6 4 കിട്ടും, 24 ഡിവൈഡഡ് ബൈ 8 3 കിട്ടും. അതായത് പിയുടെയും ക്യൂവിൻ്റെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിനെ പിയുടെയും ക്യൂവിൻ്റെയും ടൈം കൊണ്ട് ഹരിക്കുക, വർക്കിനെ ടൈം കൊണ്ട് ഹരിച്ച എഫിഷ്യൻസി കിട്ടും. അപ്പോൾ നമുക്ക് പിയുടെയും ക്യൂവിൻ്റെയും എഫിഷ്യൻസി കിട്ടി, ക്യൂവിൻ്റെ ആറിൻ്റെ എഫിഷ്യൻസി കിട്ടി, ആറിൻ്റെയും പിയുടെയും എഫിഷ്യൻസി കിട്ടി. അപ്പോൾ P plus Q, Q plus R, R plus P എല്ലാവരുടെയും ടൈമും എഫിഷ്യൻസിയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ചോദ്യം എന്താ? ഫൈൻഡ് P, Q and R together complete a work in how many days? ഇവന്മാരെല്ലാം കൂടെ ചെയ്താൽ എത്ര ദിവസം എടുക്കും? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിൻ്റെയും ക്യൂവിൻ്റെയും മാത്രം സമയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യൂവും ആറും കൂടെ എടുക്കുന്ന സമയമാണ്. ഇവിടെ പറയുന്നത് ആറും പിയും കൂടെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചെയ്താൽ, എല്ലാവരും കൂടെ വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? അപ്പം നമ്മൾ ഇവിടുത്തെ ടോട്ടൽ എഫിഷ്യൻസി എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? എടാ മക്കളെ, പിയുടെയും ക്യൂവിൻ്റെയും കൂടെ എഫിഷ്യൻസി 6 പ്ലസ് ക്യൂവിൻ്റെയും ആറിൻ്റെയും കൂടെ എഫിഷ്യൻസി 4 പ്ലസ് ആറിൻ്റെയും പിയുടെയും കൂടെ എഫിഷ്യൻസി 3. അപ്പോൾ 6 4 10 3 13 കിട്ടും. 13 അല്ലേ? 13. അപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. P 2 എണ്ണം ഉണ്ട്, Q 2 എണ്ണം ഉണ്ട്, R 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതും 2 × P plus Q plus R is equal to 13. അപ്പോൾ ഞാൻ വീണ്ടും എഴുതും P plus Q plus R is equal to എന്തായിരിക്കും? എന്താ ഈ 2 × P plus Q plus R എഴുതി? കാരണം P 2 ഉണ്ട്, Q 2 ഉണ്ട്, R 2 ഉണ്ട്. അപ്പോൾ 2 × P plus Q plus R is equal to 13. അപ്പോൾ P plus Q plus R is equal to എത്ര കിട്ടും? 13 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടി? 6.5.
6.5 എന്ന് കിട്ടി. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും കൂടി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.5 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇവരെല്ലാവരും കൂടെ ചെയ്താൽ എത്ര സമയമെടുക്കും? അതായത് ടോട്ടൽ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർത്തോണം, ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ഇവിടെ ടോട്ടൽ വർക്ക് എത്ര? 24 അല്ലേ? ടോട്ടൽ എഫിഷ്യൻസി എത്ര? 6.5 അല്ലേ? അപ്പോൾ ഇതിനെ ഹരിക്കുമ്പോൾ നമുക്ക് 6.5നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 13/2 ആയിട്ട് എടുക്കാം കേട്ടോ. കാരണം എന്താ? ഇങ്ങോട്ട് നോക്കിക്കേ, 24 ഡിവൈഡഡ് ബൈ 6.5നെ നമുക്ക് 13/2 ആയിട്ട് എഴുതാം. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതുമ്പോൾ 24 ഇൻറ്റു 13/2 ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുകയല്ലേ, ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം, 2/13. അപ്പോൾ നമുക്ക് വീണ്ടും 48/13 എന്ന് കിട്ടും. 48നെ 13 കൊണ്ട് ഹരിച്ചാൽ 13 3 39, പിന്നെ 9 9/13, അതായത് 3 and 9/13 എന്ന് കിട്ടും. 9നെ 13 കൊണ്ട് ഹരിച്ചാൽ 13 6 അല്ലേ? സോ 3.69 ഡേയ്സ് എന്ന് വരും. ശരിയാണോ നോക്കാം നമുക്ക്. 3 അവർ ഇത് ചില ചോദ്യങ്ങളിൽ ഇതേപോലെ മിക്സഡ് ഫ്രാക്ഷനായിട്ടായിരിക്കും ആൻസർ കൊടുക്കുക, ചിലർ ഇതേപോലെ ഡെസിമലായിട്ടും കൊടുക്കും. അപ്പോൾ നമ്മൾ 9നെ 13 കൊണ്ട് ഏകദേശം ഹരിച്ച് നോക്കുമ്പോൾ 13 6 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 3.69 ഡേയ്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. യെസ്, 3.69 ഡേയ്സ് അല്ലേ? 3.69 ദിവസം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ചിലപ്പം അതിൽ എന്തെങ്കിലും ഇതുണ്ടാവും, കാരണം ഞാൻ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ല. അതായത് എയും ബിയും കൂടി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടി വൈ ദിവസം കൊണ്ടും എയും സിയും കൂടെ ഇസഡ് ദിവസം കൊണ്ടും ചെയ്യുന്നു. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്, ഒരു ജോലി എയും ബിയും കൂടി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടെ വൈ ദിവസം കൊണ്ടും എയും സിയും കൂടി ഇസഡ് ദിവസം കൂടി ചെയ്താൽ ഇവന്മാർ 3 പേരും കൂടെ എയും ബിയും സിയും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. അതിൽ എനിക്കൊരു സംശയമുള്ളത്, ഇവിടെ 2 ആണോ 3 ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് വെക്കാറില്ല. ഞാൻ ഈവൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻസ് പോലും ഞാൻ അങ്ങനെ ഓർത്തിരിക്കാറില്ല. ബിക്കോസ് എനിക്ക് എന്തോ ഈ ഇക്വേഷൻസ് ഫോളോ എന്ന് വെച്ച് ഇപ്പോൾ ചോദിക്കും, സാറപ്പം എങ്ങനെയാണ് ട്രിഗ്നോമെട്രി ഒക്കെ പഠിപ്പിക്കുക അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. അത് വേണം എന്നല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇക്വേഷൻസ് ഓർത്തിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. കാരണം എനിക്കതിന് ഓർമ്മയില്ല ഇതിപ്പോൾ 2xyz ആണോ അതോ 3xyz ആണോ. പക്ഷേ ഇങ്ങനെ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നോക്കിയിട്ട് അത് ഞാൻ ഈ പറഞ്ഞ 2 കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. 2 ആണോ 3 ആണോ എന്ന് എനിക്ക് ഐ തിങ്ക് 3xyz ആണോ 2, എനിക്കൊരു ഉറപ്പില്ല. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം. കാരണം നാളെ വന്നിട്ട് നിങ്ങൾ ചോദിക്കരുത് താൻ എന്തുവാണോ പറഞ്ഞതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിവിടെ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് എഴുതണ്ട, വായിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ടൈം ആൻഡ് വർക്കിൽ തന്നെ M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കുറേ ഇക്വേഷൻസ് ഉണ്ട് ടൈം ആൻഡ് വർക്കിൽ. പക്ഷേ കഴിവതും ഇക്വേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ലോജിക്ക് മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ 5 ചോദ്യങ്ങളാണ് എടുത്തത്. ചെറിയ സമയം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അല്പം നീളം കൂടി പോകുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 33 മിനിറ്റ് 32 സെക്കൻഡൊക്കെ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇതേപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങ് എണീറ്റ് പോകാതെ ഒരു കാര്യം കൂടെ പറയട്ടെ. നന്നായിട്ട് വർക്ക് ചെയ്യുക, കഴിയുന്ന എക്സാമൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ ബേസിക്സ് ആദ്യമേ തന്നെ കവർ ചെയ്യുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യും, നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷനും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൽ. ഇതല്ലാതെ ഇത് കുത്തിയിരുന്ന് പഠിക്കാനൊന്നുമില്ല. ഇറ്റ്സ് എ സ്കിൽ. കുറേ ബേസിക്സ് നമുക്കെല്ലാം സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാം. അതിനെ ഒന്ന് പോളിഷ് ചെയ്യുക.
കുറേയൊക്കെ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിഫ്രഷ് ചെയ്യുക. അതിനൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹായിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഈ ബേസിക്സ് മറന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്രീ ലെസൺസ് എന്നും പറഞ്ഞിട്ടുള്ള ഫ്രീ വീഡിയോ ലെസൺസ് എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ മാത്സിൻ്റെയൊക്കെ ബേസ് മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. വളരെ ബേസ് മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. സോ അത് നിങ്ങൾക്ക് കണ്ടുപഠിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപഠിക്കുക. അതിന് ശേഷം നിങ്ങൾ എന്തിലേക്ക് വരിക, ഇങ്ങനെയുള്ള ഈ PYQ ഡിസ്കഷൻ ക്ലാസ്സസ് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.